മഹേഷ്പുര എന്ന ഗ്രാമത്തില് മുകേഷും പിന്റു എന്ന പേരുള്ള ചേട്ടനനിയന്മാർ അച്ഛനോടൊപ്പം താമസിക്കുമായിരുന്നു. മുകേഷ് ചേട്ടനും പിന്റു അനിയനുമായിരുന്നു. അച്ഛാ, നിങ്ങൾ മുകേഷ് ചേട്ടന് സൈക്കിൾ മേടിച്ചു കൊടുത്തില്ലേ? എനിക്കൊരു മോട്ടോർ സൈക്കിൾ മേടിച്ചു തരൂ. മോനെ, സൈക്കിൾ ഒരുപാട് വില കുറഞ്ഞതല്ലേ? മോട്ടോർ സൈക്കിളിന് വില അധികവും. എനിക്ക് അതൊന്നും അറിയേണ്ട കാര്യമില്ല. മോട്ടോർ സൈക്കിൾ കിട്ടുന്നവരെ ഞാൻ ഇവിടെ ആഹാരം ഒന്നും കഴിക്കാതിരുന്നോളാം. പിന്റുന്റെ ഈ വാശി കാരണം അവന്റെ അച്ഛന് അവന് വേണ്ടി ഒരു മോട്ടോർ സൈക്കിൾ മേടിച്ചു കൊടുക്കേണ്ടി വന്നു. മുകേഷിനാണെങ്കിൽ പഠിത്തത്തിൽ ഒട്ടും ശ്രദ്ധയില്ലായിരുന്നു. അതുകൊണ്ട് അച്ഛൻ മുകേഷിന്റെ വിവാഹം കഴിപ്പിച്ചു. മുകേഷ് പാടത്തിന്റെ കാര്യങ്ങളെല്ലാം നോക്കി നടത്താൻ തുടങ്ങി. വീട്ടിലാണെങ്കിൽ പിന്റു 12ാം ക്ലാസ് ജയിച്ചു. അച്ഛാ, ഞാൻ പഠിക്കാൻ ടൗണിലേക്ക് പോയിക്കോളാം. മോനെ, അതിന് നമ്മുടെ ഗ്രാമത്തിൽ കോളേജ് ഉണ്ടല്ലോ. ടൗണിൽ പോയാ വീട് വാടകയ്ക്ക് എടുക്കണം. അത് മാത്രമല്ല, അവിടെ ആഹാരം കഴിക്കാൻ പണം ചെലവഴിക്കേണ്ടി വരില്ലേ? അച്ഛാ, എനിക്കതൊന്നും അറിയേണ്ട ആവശ്യമില്ല. എനിക്ക് ടൗണിൽ പോയേ പറ്റൂ. വേറെ വഴിയൊന്നും ഇല്ലാതെ പിന്റുന്റെ വാശിയുടെ മുമ്പിൽ അച്ഛന് തല കുനിക്കേണ്ടി വന്നു. കോളേജിൽ പഠിക്കാൻ വേണ്ടി പിന്റു ടൗണിലേക്ക് പോയി. പക്ഷെ ടൗണിലെ തിളങ്ങുന്ന ഭംഗി കണ്ടപ്പം പിന്റുവിന് പഠിത്തത്തിൽ ഒരു ശ്രദ്ധയില്ലാണ്ട് പോയി. ഏത് സമയത്തും സുഹൃത്തുക്കളോടൊപ്പം ബൈക്കിൽ ചുറ്റിക്കറങ്ങുമായിരുന്നു. ചിലപ്പോഴൊക്കെ സിനിമ ഹാളിൽ പടം കാണാൻ പോകും. ഇല്ലെങ്കിൽ സുഹൃത്തുക്കളോടൊപ്പം പാർട്ടി ചെയ്യുമായിരുന്നു. അങ്ങനെ ചുറ്റിക്കറങ്ങി കളിച്ചും ചിരിച്ചും പിന്റു 2 വർഷം കഴിച്ചു കൂട്ടി. ഒരു ദിവസം പിന്റുവിന്റെ അടുത്ത് മുകേഷിന്റെ കോള് വന്നു. പിന്റു, അച്ഛന്റെ ആരോഗ്യം ഒട്ടും ശരിയല്ല. നീ എത്രയും പെട്ടെന്ന് വീട്ടിൽ വരാൻ നോക്ക്. എന്നെ കൊണ്ട് വരാൻ പറ്റില്ല. ഞാൻ വളരെ ബിസിയാണ്. അവിടുത്തെ കാര്യം നിങ്ങൾ നോക്കിയാ മതി. മോനെ മുകേഷ്, എനിക്ക് പിന്റുവിനെ കാണണമെന്ന് വല്ലാത്ത ആഗ്രഹം തോന്നുന്നു. പിന്റു വീട്ടിൽ വന്നില്ല. വീട്ടിൽ അച്ഛൻ മരിച്ചുപോയി. ഒരു ദിവസം വീട്ടില് പിന്റുന്റെ ഫോൺ വന്നു. മുകേഷ്, നീ അയച്ച തുക എനിക്ക് തികയില്ലല്ലോ. ടൗണിലെ ചെലവ് എത്ര ആയിരിക്കും നിനക്ക് അറിയാവുന്നതല്ലേ? പിന്റു, എന്നെ കൊണ്ട് കഴിയാവുന്ന അത്രയും പണമാണ് നിനക്ക് അയക്കുന്നത്. ഈ പ്രാവശ്യം അസമയത്താണ് മഴ വന്നത്. പാടത്തുണ്ടായതെല്ലാം തകർന്നുപോയി. വീട്ടിൽ കഴിക്കാൻ ആഹാരം പോലുമില്ല. എന്തിനാ എന്നോട് ഇങ്ങനെ കള്ളം പറയുന്നത്? ഞാൻ ഈ പറഞ്ഞതൊന്നും കള്ളമല്ല പിന്റു. പിന്റു ഒരു പെങ്കൊച്ചിനോടൊപ്പം ഗ്രാമത്തിലുള്ളവരുടെ വീട്ടിലേക്ക് തിരിച്ചു വന്നു. അല്ല, ഇതെന്താ പിന്റു? എത്ര ദിവസത്തിന് ശേഷം നീ വന്നേ? നീ വിവാഹം കഴിച്ച വിവരം ഒന്നും പറഞ്ഞില്ലല്ലോ. അതെ ചേട്ടാ, ഞാൻ വിവാഹം കഴിച്ചു. മുകേഷിന്റെ കയ്യിൽ ഒരു കടലാസും കൊടുത്തിട്ട് പറഞ്ഞു, ചേട്ടാ, ഇതെന്റെ കോളേജിന്റെ ഒരു ഡോക്യുമെന്റ് ആണ്. ഇതില് വിരലടയാളം പതിക്കാമോ? പിന്റുവിന് വിശ്വാസം ഉള്ളതുകൊണ്ട് ഒന്നും ചോദിക്കാതെ മുകേഷ് അതില് വിരലടയാളം പതിപ്പിച്ചു. വളരെ നല്ല കാര്യം ചേട്ടാ. ഇനി നിങ്ങൾ നിങ്ങളുടെ ഭാര്യയോടൊപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങി തന്നാ മതി. ഈ കടലാസിൽ ഇംഗ്ലീഷിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. നിങ്ങൾ നിങ്ങളുടെ വീട്, പാടം എല്ലാം നിങ്ങളുടെ അനിയൻ പിന്റുവിന്റെ പേരിൽ എഴുതുവാന്ന്. എന്താ നീ പറയുന്ന പിന്റു? വെറുതെ ഇവിടെ നിന്ന് എന്റെ സമയം കളയാതെ നിങ്ങളുടെ ഭാര്യയെ വിളിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നോക്ക്. വരൂ രൂപ. പാവം മുകേഷും രൂപയും റോഡിന്റെ അരികിൽ കുടില് കെട്ടിയാണ് താമസിക്കുന്നത്. ഇനി നമ്മള് ചെലവിന് എന്ത് ചെയ്യും? നീ പേടിക്കണ്ട, ഞാൻ കാട്ടിപ്പോയി വിറക് വെട്ടിട്ട് വരാം. എന്നിട്ട് അതിനെ ചന്തയെ കൊണ്ടുവന്ന് വിൽക്കാം. അടുത്ത ദിവസം മുകേഷ് വിറക് വെട്ടാൻ കാട്ടിലേക്ക് പോയി. ഉച്ചവരെ വിറക് വെട്ടിയതിന് ശേഷം മുകേഷിന് നല്ല ദാഹം തോന്നി. എന്തൊരു ചൂടാണിത്! എന്റെ തൊണ്ടയാണെങ്കിൽ ശരിക്കും വരണ്ടു. കുടിക്കാൻ വെള്ളത്തിന് വേണ്ടി മുകേഷ് ആ കാട്ടിനകം മുഴുവനും അരിച്ചു പെറുക്കി. മുകേഷിന് ഒരു കിണർ കണ്ടെത്താൻ കഴിഞ്ഞു. മുകേഷ് ആ കിണറ്റിനകത്തൊന്ന് എത്തി നോക്കി. കിണറ്റിനകത്ത് വെള്ളമൊന്നും കണ്ടില്ല. പക്ഷെ അതിനകത്തിൽ കൂടെ നല്ല മണം വരുന്നുണ്ടായിരുന്നു. ഒന്നും ചിന്തിക്കാതെ മുകേഷ് ആ കിണറ്റിനകത്ത് എടുത്തു ചാടി. ആ കിണറ്റിനകത്ത് ഒരു ചന്ദനമരം ഉണ്ടായിരുന്നു. ഞാൻ കേട്ടിരിക്കുന്നത് ചന്ദനത്തടിക്ക് നല്ല വിലയുണ്ടെന്നാണല്ലോ. മുകേഷ് ആ ചന്ദനമരത്തിൽ നിന്നും കുറച്ച് തടി വെട്ടിയെടുത്ത് ചന്തയിൽ വിൽക്കാൻ പോവുമായിരുന്നു. ചന്ദനത്തടിക്കാണെങ്കിലോ 50,000 രൂപയാണ് വില. മുകേഷിന് ഒരുപാട് സന്തോഷം തോന്നി. എന്നിട്ട് വീട്ടിലേക്ക് മടങ്ങി. അതിനുശേഷം മുകേഷ് ആ ചന്ദനത്തടിയിൽ നിന്ന് കുറച്ച് തടിയെടുത്ത് ചന്തയെ കൊണ്ടുപോയി എന്നും വിൽക്കുമായിരുന്നു. അധികം വൈകാതെ മുകേഷ് വലിയൊരു വീട്, പാടം, പിന്നെ ഒരു ട്രാക്ടറും മേടിച്ചു. അവിടെ പിന്റൂനാണെങ്കിലോ പാടത്ത് പണിയെടുക്കുന്നതിനെ കുറിച്ചൊന്നും അറിഞ്ഞൂടാ. അതുകൊണ്ട് അവൻ ആ പാടം അങ്ങ് വിറ്റു. കുറച്ചു ദിവസം കഴിഞ്ഞ് പാടം വിറ്റന്റെ പൈസയും തീർന്നു. മര്യാദയ്ക്ക് പൈസ ഉണ്ടാക്കിക്കൊണ്ടുവാ, ഇല്ലെങ്കിൽ നമുക്കങ്ങ് പിരിയാം. മുകേഷ് ഒരു പണക്കാരനായ വിവരം പിന്റു എങ്ങനെയോ അറിഞ്ഞു.
ഒരു രാത്രിയില് ആരും കാണാതെ പിന്റു മുകേഷിന്റെ വീടിന്റെ അരികിലെത്തി. മുകേഷും അയാളുടെ ഭാര്യയും ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കുമായിരുന്നു. ജനലിന്റെ അരികിൽ നിന്നു പിന്റു അവരുടെ സംസാരം കേട്ടുകൊണ്ട് നിന്നു. നമുക്കിതെല്ലാം നേടാൻ കഴിഞ്ഞത് കാട്ടിലെ കിണറ്റിനകത്തെ ചന്ദനമരം കാരണം മാത്രമാണ്. കാട്ടിലൊരു സ്വാമിയെ കണ്ടായിരുന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞത് ആ ചന്ദനമരത്തിന് അത്ഭുതമുണ്ടെന്നാണ്. ഓ, അങ്ങനാണോ? കാട്ടിലെ കിണറ്റിനകത്തെ ചന്ദനത്തിന്റെ മരം. പിന്റു ആ കാട്ടിനകത്ത് പോയി. എന്നിട്ട് അന്വേഷിച്ച് ആ കിണറ്റിന്റെ അവിടെ വരെ എത്തി. ആ നിൽക്കുന്നതല്ലേ ചന്ദനത്തിന്റെ മരം? പിന്റു കിണറ്റിനകത്ത് എടുത്തു ചാടി. പക്ഷെ ആ ചന്ദനമരം അവിടുന്ന് മാഞ്ഞു പോയി. എന്നിട്ട് ആ കിണറ് മുഴുവനും വെള്ളം കൊണ്ടങ്ങ് നിറഞ്ഞു. പക്ഷെ പിന്റുവിനാണെങ്കിൽ നീന്താൻ അറിയത്തില്ല. അതുകൊണ്ട് അവൻ ആ കിണറ്റിനകത്ത് മുങ്ങിച്ചത്തു. ജഗ്ഗു വളരെ പരിശ്രമിക്കുന്നതും ആത്മാർത്ഥതയുള്ള ഒരു വിറക് വെട്ടുകാരനായിരുന്നു. പക്ഷേ അയാൾക്ക് ഒരുപാട് പ്രാരാബ്ധങ്ങൾ ഉണ്ടായിരുന്നു. അയാൾ ഒരു ചെറിയ കുടിലിൽ അയാളുടെ ഭാര്യ ഗൗരിയോടൊപ്പം താമസിക്കുമായിരുന്നു. വീട്ടിലെ ആഹാരമെല്ലാം തീർന്നു. ഇനി നാളെ ഞാൻ എങ്ങനെ ആഹാരം ഉണ്ടാക്കും? അത്യാഗ്രഹമുള്ള അവരുടെ അയൽക്കാരി എപ്പോഴും ഇവരുടെ ദാരിദ്ര്യത്തെക്കുറിച്ച് പറഞ്ഞ് കളിയാക്കുമായിരുന്നു. എന്തിനാ ഇത്രയും രുചിയില്ലാത്ത ആഹാരം കഴിക്കുന്നത്? ഈ ആഹാരം ഞങ്ങളുടെ വീട്ടിലെ പശു പോലും കഴിക്കില്ലല്ലോ. അയൽക്കാരിയുടെ ഈ സംസാരം കേട്ടിട്ട് അവർക്ക് ഒരുപാട് സങ്കടം ഉണ്ടാകുമായിരുന്നു. ഞാൻ കാട്ടിലേക്ക് പോയി മരക്കഷ്ണങ്ങളെല്ലാം കൊണ്ടുവരാം. നീ അത് കൊണ്ടുപോയി മാർക്കറ്റിൽ അത് വിറ്റ് കാശാക്കി കൊണ്ടുവരികയാണെങ്കിൽ പലചരക്ക് സാധനങ്ങൾ വാങ്ങിക്കാം. അങ്ങനെ ജഗ്ഗു കാട്ടിലേക്ക് പോയി. എന്നിട്ട് ഒന്നൊന്നായി വിറകുകൾ മുറിക്കാൻ തുടങ്ങി. അയാള് വലിയൊരു മരത്തിന്റെ കൊമ്പ് മുറിക്കാനായിട്ട് കോടാലി പ്രയോഗിക്കാൻ തുടങ്ങുമ്പോ ആ സമയത്ത് അയാൾ ഒരു ശബ്ദം കേട്ടു. എന്നെ വെട്ടല്ലേ, എന്നെ വെട്ടല്ലേ, എന്നെ വെട്ടല്ലേ. ഇത് ആരുടെ ശബ്ദമാണിത്? ആരാണ് അവിടെ ഉള്ളത്? ഞാനാണ്. നിന്റെ മുന്നിലിരിക്കുന്ന ഈ മരമാണ്. ആ മരം സംസാരിക്കുന്ന കണ്ടപ്പോ അയാള് ഒരുപാട് ആശ്ചര്യപ്പെട്ടു. ജഗ്ഗു മരത്തിനോട് പറഞ്ഞു, അയാള് ഈ മരത്തിന്റെ കൊമ്പ് വെട്ടിയില്ലെങ്കി മാർക്കറ്റില് പിന്നെ എന്താ വിൽക്കാൻ പോകുന്നേ? അയാളുടെ കയ്യില് ആഹാരം മേടിക്കാനുള്ള കാശ് പോലും ഇല്ല. ഞാനൊരു മായാ മരമാണ്. ഞാൻ നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം തീർത്തു വെക്കാം. താങ്കൾക്ക് എന്താണ് വേണ്ടതെന്ന് ചോദിച്ചാൽ ഞാനത് ചെയ്തു തരാം. ആ മരം ഇത്രയും പറഞ്ഞപ്പോ അത്ഭുതമായി അവിടെ ഒരുപാട് ഗോതമ്പ്, പരിപ്പ്, അരി അവിടെ പ്രത്യക്ഷപ്പെട്ടു. ഇത് കണ്ട ജഗ്ഗു ഒരുപാട് സന്തോഷിച്ചു. വളരെ വളരെ നന്ദി മായാ മരമേ. നീ ഞാൻ ചോദിച്ചതെല്ലാം എനിക്ക് തന്നല്ലോ. ഒരു മാസം കഴിക്കാനുള്ള ആഹാരം കണ്ടപ്പോ ഗോരിക്കും ഒരുപാട് സന്തോഷമുണ്ടായി. ഇനി നമുക്ക് ഒരിക്കലും പട്ടിണി ഇരിക്കേണ്ട ആവശ്യമില്ല. അപ്പോഴാണ് അയൽക്കാരി അവിടെ എത്തിയത്. അവിടെ വെച്ചിരിക്കുന്ന പലചരക്ക് സാധനങ്ങൾ കണ്ടപ്പോ കഴിക്കാൻ ഇത്രയും ആഹാരമോ? അതും ഈ പാവങ്ങളുടെ അടുത്ത്. അയൽക്കാരി ഗോരിക്ക് അവരുടെ മകന്റെ പിറന്നാൾ ആഘോഷത്തിന് അവരെ ക്ഷണിച്ചു. നാളെ വൈകുന്നേരം ആഘോഷത്തിന് പഴയ കീരിയ സാരി ഉടുത്ത് അങ്ങോട്ടെങ്ങാനും വന്നേക്കല്ലേ. ഗൗരിയുടെ അടുത്താണെങ്കിലോ ഉടുക്കാൻ ഒരു നല്ല സാരി പോലും ഇല്ല. സങ്കടം കൊണ്ട് അവര് കരയാൻ തുടങ്ങി. കരയല്ലേ ഗൗരി? ഭാര്യയ്ക്ക് പുതിയൊരു സാരി എങ്ങനെയാ മേടിച്ചു കൊടുക്കുന്നേന്ന് ആലോചിച്ച് ജഗ്ഗു ഒരുപാട് വിഷമിച്ചു. ഇതിനെക്കുറിച്ച് ചിന്തിച്ചോണ്ടിരുന്ന ജഗ്ഗു കാട്ടിലെത്തി. അത്ഭുതമുള്ള ആ മരം അയാളോട് ചോദിച്ചു, എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നേന്ന്. എന്റെ ഭാര്യയുടെ കയ്യിൽ നല്ലൊരു സാരി പോലും ഇല്ല. ഞാൻ അവൾക്ക് നല്ലൊരു സാരി എവിടെ നിന്നാണ് കൊണ്ടുപോയി കൊടുക്കുന്നത്? ഓ, ഇത്രേ ഉള്ളൂ കാര്യം. താങ്കൾ എന്താണ് വേണ്ടതെന്ന് ചോദിച്ചാൽ അതെല്ലാം ഞാൻ തരാം. അത്ഭുതമുള്ള ആ മരം ഇത്രയും പറഞ്ഞപ്പോ അവിടെ ഒരു സാരി പ്രത്യക്ഷപ്പെട്ടു. പുതിയ സാരി കണ്ടപ്പോ ജഗ്ഗുവിന് ഒരുപാട് സന്തോഷമുണ്ടായി. ആ അത്ഭുത മരത്തിനോട് ജഗ്ഗു നന്ദി പറഞ്ഞു. എന്നിട്ട് സാരി എടുത്ത് ജഗ്ഗു വീട്ടിലേക്ക് പോയി. പുതിയ സാരി കണ്ടപ്പോ ഗൗരി ഒരുപാട് സന്തോഷിച്ചു.
ആ സാരി ഉടുത്ത ഗൗരി ജഗ്ഗുവിനോടൊപ്പം അയൽക്കാരുടെ വീട്ടിലെ ആഘോഷത്തിന് പങ്കെടുക്കാൻ പോയി. ഇത്രയും ഭംഗിയുള്ള സാരി ഗൗരി ഉടുത്തേക്കുന്ന കണ്ടപ്പോ ആഘോഷത്തിന് പങ്കെടുക്കാൻ വന്ന എല്ലാ അതിഥികളും ഗൗരിയെ ഒരുപാട് പ്രശംസിച്ചു. ഈ സാരിയിൽ നിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഗൗരിയെ എല്ലാവരും പ്രശംസിക്കുന്ന കണ്ടപ്പോ അയൽക്കാരിക്ക് അസൂയ തോന്നി. ഞാൻ വിചാരിച്ചത് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഇവരുടെ ദാരിദ്ര്യത്തെ നല്ലോണം കളിയാക്കാവുന്നായിരുന്നു. പക്ഷെ ഇവരെല്ലാം കൂടെ ചേർന്ന് അവളെ പ്രശംസിക്കുന്നത് കണ്ടില്ലേ? അസൂയ മൂത്ത ആ അയൽക്കാരി കയ്യിലിട്ടിരുന്ന സ്വർണവളകളെ ഒളിപ്പിച്ചു വെച്ചു. എന്നിട്ട് ഗൗരിയാണ് സ്വർണവളകൾ മോഷ്ടിച്ചെന്ന് അവരാരോപിച്ചു. എന്നിട്ട് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഗൗരി അവരെ അപമാനിക്കാൻ തുടങ്ങി. കണ്ടില്ലേ കണ്ടില്ലേ നിങ്ങള്? ഈ ഗൗരി എന്റെ കയ്യിലിരുന്ന സ്വർണ്ണ വളകളെ മോഷ്ടിച്ചു. ഗൗരി അപമാനിക്കുന്നത് കണ്ടപ്പോ ജഗ്ഗുവിന് ഒരുപാട് വിഷമം ഉണ്ടായി. ഇത്രയും വിലപിടിപ്പുള്ള വളകള് എങ്ങനെ നമ്മള് തിരിച്ചു കൊടുക്കുന്നേ? കേട്ട് വിഷമിച്ച് ജഗ്ഗു കാട്ടിലേക്ക് പോയി ആ അത്ഭുത മരത്തിനോട് ഈ വിവരങ്ങളെല്ലാം പറഞ്ഞു. എന്നിട്ട് ഒരുപാട് കരഞ്ഞു. അത്രയും വിലമതിപ്പുള്ള വള ഞാൻ എവിടെ നിന്നാണ് വാങ്ങിച്ചു കൊടുക്കുക? ആ മരം ഒന്ന് പുഞ്ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇത് വളരെ നിസാര കാര്യമല്ലേ, നിനക്ക് എന്ത് ആവശ്യമുണ്ടോ അത് നിനക്ക് കിട്ടുമെന്ന് പറഞ്ഞു. എന്നിട്ട് അവിടെ ഭംഗിയുള്ള 2 സ്വർണ വളകൾ പ്രത്യക്ഷപ്പെട്ടു. ഈ സംഭവം കണ്ട് ജഗ്ഗു സന്തോഷം കൊണ്ട് തുള്ളിച്ചാടാൻ തുടങ്ങി. ഒരിക്കൽ കൂടി അയാളെ സഹായിച്ചതിന് ജഗ്ഗു ആ അത്ഭുത മരത്തിനോട് നന്ദി പറഞ്ഞു. എന്നിട്ട് ആ വളകൾ എടുത്ത് അവിടുന്ന് പോയി. ജഗ്ഗുവും ഭാര്യ ഗൗരിയും ആ അയൽക്കാരിക്ക് വളകൾ തിരിച്ചു കൊടുത്തു. ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു തെറ്റ് സംഭവിച്ചു പോയി. ഇന്ന് നിങ്ങളുടെ വളകൾ. വളകൾ കണ്ട് ആ അയൽക്കാരിക്ക് ഇത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. എന്റെ വളകള് ഞാൻ തന്നെ ഒളിപ്പിച്ചു വെച്ചതായിരുന്നല്ലോ. അപ്പൊ പിന്നെ ഈ പാവങ്ങളുടെ അടുത്ത് ഇങ്ങനൊരു വള എങ്ങനാ വന്നത്? ഇതിലെന്തോ രഹസ്യമുണ്ട്. എങ്ങനാ വന്നേന്ന് എനിക്കറിയണം. ഗൗരി ജഗ്ഗുവിന്റെ അടുത്ത് ചോദിച്ചു, ഇത്രയും വില കൂടിയ വളകൾ അയാളുടെ കയ്യിൽ എവിടുന്നാ കിട്ടിയെന്ന്. കാട്ടില് ഒരു മായാ മരമുണ്ട്. ആ മരമാണ് എനിക്ക് ഈ വളകൾ തന്നത്. ആ സാരി, പിന്നെ പലചരക്ക് സാധനങ്ങൾ, അങ്ങനെ എല്ലാം ആ മരമാണ് തന്നത്. ജഗ്ഗുവിന്റെ ഈ സംസാരം കേട്ട് അയൽക്കാരി അത്ഭുതപ്പെട്ടു. അങ്ങനെയാണോ? അപ്പോ ഇതാണ് രഹസ്യം. എന്നാ പിന്നെ ഞാനും ആ അത്ഭുത മരത്തിനോട് സ്വർണവും വെള്ളിയും വജ്രാഭരണങ്ങളൊക്കെ ചോദിച്ച് വലിയ വലിയ ഒരു പണക്കാരിയാകും. പിറ്റേ ദിവസം അയൽക്കാരി ജഗ്ഗുവിന്റെ പുറകെ തന്നെ പോയി ആ അത്ഭുത മരത്തിന്റെ അടുത്ത് എത്തി. അവിടെ വെച്ചാണ് അവര് കണ്ടത് ജഗ്ഗു ആ അത്ഭുത മരത്തിനോട് സംസാരിക്കുന്നത്. ജഗ്ഗു അവിടുന്ന് പോയ ഉടൻ അവരാ മരത്തിന്റെ അടുത്ത് എത്തി. അത്ഭുത മരമേ, വരൂ, എത്രയും പെട്ടെന്ന് എനിക്ക് നല്ല വിലപിടിപ്പുള്ള മാല ഇങ്ങ് തന്നേ. ആ അയൽക്കാരി ചോദിച്ച ഉടൻ തന്നെ അവിടെ നല്ല വിലപിടിപ്പുള്ള ഒരു മാല അവരുടെ മുമ്പില് പ്രത്യക്ഷപ്പെട്ടു. ഇത് കണ്ട അയൽക്കാരിക്ക് സന്തോഷം കൊണ്ട് ഭ്രാന്ത് പിടിച്ചു. പക്ഷേ വിലപിടിപ്പുള്ള ആ മാല അവര് കഴുത്തേലിട്ട ഉടൻ തന്നെ ആ മാല ഒരു പാമ്പായി മാറി. പേടിച്ച ആ അയൽക്കാരി ഒച്ച വെക്കാൻ തുടങ്ങി. അവരാ പാമ്പിനെ എടുത്ത് ദൂരെ കളഞ്ഞു. എന്നിട്ട് ആ അത്ഭുത മരത്തിനോട് അവര് ചോദിച്ചു എന്തിനാ അവർക്ക് പാമ്പ് കിട്ടിയെന്ന്. എന്നിട്ട് ജഗ്ഗുവിനോ അവന് ഇഷ്ടമുള്ള എല്ലാ സാധനങ്ങളും കിട്ടി. ആ അത്ഭുത മരം അവരോട് പറഞ്ഞു വേറെ വഴിയില്ലാത്തതുകൊണ്ട് ജഗ്ഗു മരത്തിനോട് ചോദിച്ച സാധനങ്ങളെല്ലാം അവന് ശരിക്കും ആവശ്യമുള്ളതായിരുന്നു. പക്ഷേ അയൽക്കാരിയാണെങ്കിലോ അത്യാഗ്രഹം കൊണ്ടാണ് മാല ചോദിച്ചത്. അവർക്ക് അത്യാഗ്രഹത്തിന്റെ ഫലമായിട്ടാണ് പാമ്പിനെ കിട്ടിയത്. ഇത് കേട്ടപ്പോ അയൽക്കാരിക്ക് ഒരുപാട് ദേഷ്യം വന്നു. ഞാൻ നിന്നെ കത്തിയിരിക്കും. തീ കൊളുത്തിയ ഒരു വിറകുമായി ആ അയൽക്കാരി ആ അത്ഭുത മരത്തെ തീ വെക്കാൻ ശ്രമിച്ചു. മരമാണെങ്കിൽ എരിഞ്ഞില്ല.
മറിച്ച് ആ അയൽക്കാരിയുടെ തുണിയെ തന്നെയാണ് തീ പിടിച്ചത്. സ്വയരക്ഷയ്ക്ക് വേണ്ടി അയൽക്കാരി അവിടെയും ഇവിടെയും ജീവനം കൊണ്ട് ഓടാൻ തുടങ്ങി. ഈ കഥയില് നമുക്ക് പഠിക്കാനുള്ള പാഠം ഇതാണ്: കഠിനമായി പരിശ്രമിക്കുന്നതും ആത്മാർത്ഥതയുള്ള ആൾക്കാർക്ക് മാത്രമേ അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ചോദിക്കാതെ തന്നെ കിട്ടുന്നത്. പക്ഷേ അത്യാഗ്രഹം കാണിക്കുന്ന ആൾക്കാർക്ക് ഒന്നും കിട്ടാറില്ല. കാരണം അത്യാഗ്രഹത്തിന് ഒരു അന്തവും ഇല്ല. എന്നിട്ട് അധികം അത്യാഗ്രഹം കാണിച്ചാൽ മനുഷ്യന് നഷ്ടം മാത്രമേ ഉണ്ടാകൂ. കണ്ടില്ലേ ആ അയൽക്കാരിക്ക് സംഭവിച്ചത്? ഈ കഥ ഡൽഹിയിലുള്ള രൺവീറിന്റെ കഥയാണ്. രൺവീർ ഒരു കഠിനാധ്വാനിയും ഉത്തമനുമായ പോലീസുകാരനാണ്. രൺവീർ എപ്പോഴും തന്റെ ജോലി വളരെ വൃത്തിയായും മനഃപൂർവ്വവും അദ്ദേഹം അത് ചെയ്യും. ഇൻസ്പെക്ടർ രൺവീർ, ഡൽഹിയിലേക്ക് വന്നിട്ട് മൊത്തം നിങ്ങൾ 6 വർഷമായിട്ടുണ്ട്. പിന്നെ മൊത്തം ഡൽഹി സിറ്റിയും നിങ്ങളെ കണ്ടാൽ പേടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ എന്താ വിചാരിക്കുന്നു വെച്ചാൽ നിങ്ങൾ ദരിയാഗഞ്ചിലേക്ക് പോകണം. പിന്നെ അവിടെയും ഇതേപോലെ തന്നെ നേർമയായിട്ട് ധൈര്യമായിട്ട് നിങ്ങൾ പോയി ജോലി ചെയ്യൂ. യെസ് സർ, ഇത് എനിക്ക് കിട്ടിയിരിക്കുന്ന വളരെ ഭാഗ്യം തന്നെയാണ്. നിങ്ങൾ തന്നെ കണ്ടിട്ട് എനിക്ക് ഈ ആലോചന തന്നിട്ടുണ്ട്. പിന്നെ എന്നെ പറ്റി ആലോചിക്കാൻ വേണ്ടി എനിക്ക് ആരുമില്ല. ഞങ്ങളുണ്ടല്ലോ നിങ്ങളുടെ കൂടെ, നിങ്ങൾ അതിനെ പറ്റി വിഷമിക്കേണ്ട. രൺവീർ തന്റെ മൂത്ത അധികാരി പറഞ്ഞത് കേട്ടിട്ട് ദരിയാഗഞ്ചിലേക്ക് പോകാനുള്ള ഏർപ്പാടുകൾ ചെയ്തു. പിന്നീട് തന്റെ അമ്മ പ്രഭാദേവിയോട് സംസാരിക്കാൻ തുടങ്ങി. അബ്ബാ, നിങ്ങൾ എന്നോട് ഒന്നും സംസാരിച്ചിട്ടേ ഇല്ലല്ലോ. എന്താ ദേഷ്യത്തിലാണോ? ഞാൻ നിന്നോട് എന്തുകൊണ്ട് സംസാരിക്കുന്നില്ലെന്നാൽ നീ ഒരു കള്ളനാണ്. ഇത്ര വലിയ കാര്യം നീ എന്നോട് പറയാതെ മറച്ചു വെച്ചില്ലേ. പിന്നെ ഞാൻ നിന്നോട് സംസാരിക്കുന്നില്ലെന്ന് കുറ്റം പറയുന്നു. അങ്ങനെയാണോ അമ്മേ? നിങ്ങൾക്ക് അറിഞ്ഞുപോയോ? അപ്പൊ നിങ്ങൾക്ക് ഈ ദരിയാഗഞ്ചിനെ പറ്റി അറിയാമോ? പക്ഷെ നീ അവിടെ പോകരുതെന്നാണ് എന്റെ ആഗ്രഹം. നീ ആ ദരിയാഗഞ്ച് പോകുന്നത് കൊണ്ട് നിനക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. ഇല്ല അമ്മേ, ഞാൻ അവിടെ പോയേ പറ്റുള്ളൂ. ചെറുപ്പകാലം തൊട്ട് ഞാൻ ആ ദരിയാഗഞ്ചിനെ പറ്റി കുറെ കേട്ടിട്ടുണ്ട്. അച്ഛനും അവസാനമായിട്ട് അങ്ങോട്ടാണ് പോയിരിക്കുന്നത്. അപ്പൊ തൊട്ട് ഇപ്പൊ വരെ അച്ഛനെ പറ്റി ഒരു കാര്യം അറിയില്ല. വേണ്ട മോനെ, പോകല്ലേ, ദയവായി പോകല്ലേ. രൺവീർ ചെറുതായിരിക്കുമ്പോൾ തന്നെ പ്രഭാവതിക്ക് ഒരു ആക്സിഡന്റ് ആയി അവർ അതിൽ മരിച്ചുപോയി. പക്ഷെ പ്രഭാദേവിയുടെ ആത്മാവ് രൺവീറിനോട് ഫോട്ടോയിൽ കൂടി സംസാരിച്ചുകൊണ്ടേയിരുന്നു. നിങ്ങൾ എല്ലാരും വീണ്ടും എന്റെ വീട്ടിലേക്ക് വന്നോ? ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലേ, നിങ്ങൾ എനിക്ക് തരാനുള്ള വരി ഞാൻ 1 രൂപ പോലും കുറയ്ക്കാനേ പോകുന്നില്ല. മുതലാളി, ഞങ്ങൾ കഴിഞ്ഞ വർഷം വാങ്ങിയ കടം തന്നെ അടയ്ക്കാൻ സാധിക്കാതിരിക്കുകയാണ്. ഇപ്പോൾ 4 മടങ്ങ് വരി ഞങ്ങൾ എവിടെ നിന്ന് നൽകാനാ? പിന്നെ കൃഷിക്കാരൊക്കെ കൃഷി തൊഴിൽ തന്നെ നിർത്തേണ്ടി വരും. ഇവിടെ നോക്കൂ, ഇതിൽ എനിക്ക് ഒരു സഹായം നിങ്ങളെ സഹായിക്കാൻ പറ്റില്ല. എന്റെ കയ്യിൽ ഒന്നുമില്ല. കൃഷിക്കാർക്ക് എല്ലാവർക്കും മനസ്സിലായി, അതായത് ജഗത്തിനോട് സംസാരിക്കുന്നത് കൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ലെന്ന്. പിന്നെ അവരെല്ലാരും കൂടി ഒന്നിച്ചു ചേർന്ന് ധരംവീറിനെ കാണാനായി ചെന്നു. അദ്ദേഹം ദരിയാഗഞ്ചിന്റെ വളരെ വലിയ ആളാണ്, പിന്നെ ജനങ്ങളുടെ തലവനുമാണ്. ഒരു പക്ഷെ നിങ്ങൾക്ക് കൃഷി ചെയ്യണമെങ്കിൽ ഞാൻ പറയുന്നത് നിങ്ങൾ കേട്ടേ പറ്റുള്ളൂ. ദരിയാഗഞ്ചിന്റെ ഒറ്റൊരു മുതലാളി. അതുകൊണ്ട് ഞാൻ എന്ത് പറഞ്ഞാലും നിങ്ങൾ അത് ചെയ്തേ പറ്റുള്ളൂ. ഇതിൽ ഞങ്ങൾക്ക് യാതൊരു നല്ലതും ഉണ്ടായില്ല. അപ്പോഴാണ് ധരംവീർ 2 റൗഡികളെ അവിടേക്ക് വിളിച്ചത്. അവരെ വിളിച്ചിട്ട് എന്തു പറഞ്ഞെന്നാൽ, ഇവിടെ ഉള്ളവരെല്ലാരും അടിച്ചു പുറത്തേക്കാക്ക്. ഇനി ഞാൻ ഇവരാരും കാണാൻ പാടില്ല. 2 റൗഡികൾ വന്ന് ആ ജനങ്ങളെ വീട്ടിൽ നിന്നും പുറത്തേക്ക് വിരട്ടി. കടക്ക് പുറത്ത്. എവിടുന്നാ വന്ന് ഭിക്ഷ എടുക്കാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്? കൃഷിക്കാരെല്ലാം വളരെ വേദനയോടെ ആ സ്ഥലത്തു നിന്നും പോയി. അന്നാണ് രൺവീർ ദരിയാഗഞ്ചിലേക്ക് പോസ്റ്റിംഗ് വാങ്ങിയത്. ചേട്ടാ, ദരിയാഗഞ്ച് പോയാലോ? ആ, തീർച്ചയായിട്ടും പോവാൻ ചേട്ടാ. 30 രൂപ തന്നാ മതി. അതിനിടയ്ക്ക് അവിടേക്ക് കുറച്ച് റൗഡികൾ വന്നു. രൺവീറെ ഒരു പാവപ്പെട്ടവനാണെന്ന് കരുതി അവന്റെ അടുത്ത് നിന്നും കാശ് വാങ്ങിക്കാനായി ശ്രമിച്ചു. 30 രൂപയല്ല, 300 രൂപ. പക്ഷെ ഇവര് 30 രൂപയല്ലേ പറഞ്ഞത്? ഇപ്പൊ നീ ഞങ്ങൾക്ക് മുഴുവൻ 500 രൂപ തരണം, എന്നാലേ നിനക്ക് ഇവിടുന്ന് പോവാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് ഇനി ഒരു പാവപ്പെട്ടവന്റെ അടുത്ത് നിന്ന് കാശ് എടുക്കാൻ പറ്റില്ല. റൗഡികളെല്ലാം കൂടി രൺവീറിനെ വളരെ മോശമായി പെരുമാറി. നീ എങ്ങനെ ഞങ്ങൾക്ക് കാശ് തരാതെ ഇവിടുന്ന് പോവെന്ന് ഞാൻ നോക്കട്ടെ. നിങ്ങൾ ചെയ്യുന്നത് വളരെ തെറ്റാണ്. ഇതൊരു വലിയ അന്യായം തന്നെയാണ്. ആരെങ്കിലും എന്നെ രക്ഷിക്കൂ, ആരെങ്കിലും എന്നെ രക്ഷിക്കൂ. രൺവീർ എല്ലാരോടും സഹായം ചോദിച്ചു. പക്ഷെ ആരും തന്നെ മുന്നോട്ട് വന്ന് സഹായിക്കാൻ തയ്യാറായില്ല. അപ്പോൾ രൺവീർ ചെന്ന് ഒരു കരിമ്പ് ജ്യൂസ് കടയിൽ നിന്നും കുറച്ച് കരിമ്പുകൾ എടുത്തു. പിന്നീട് ആ റൗഡികളെ കരിമ്പെടുത്ത് അടിയടിയെന്ന് അടിച്ചു. ചേടാ, നീ എന്തിനാടാ ഈ ചെറിയ കാര്യത്തിന് ഞങ്ങൾ ഇട്ട് അടിക്കുന്നത്? ഇനി നിങ്ങൾ ആരെടുത്തും ഇതുപോലെ കാശ് വാങ്ങാൻ പറ്റില്ല, മനസ്സിലായോ?
പക്ഷേ നീ ആരാണ്? ഈ സിറ്റിയുടെ പുതിയ ഇൻസ്പെക്ടർ രൺവീർ. രൺവീറിന്റെ വായിൽ നിന്നും ഇതുപോലൊരു വാക്ക് കേട്ടതും റൗഡികൾ അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടു. ഒരു വശത്ത് രൺവീറിന് ദരിയാഖണ്ഡിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അറിയാൻ സാധിച്ചു. മറ്റൊരു വശത്ത് ധരംവീർ പുതിയ ഗൂഢാലോചന തുടങ്ങി. ഈ കാട്ടിലുള്ള എല്ലാ വീടും ലാൽ ചന്ദിന്റെയാണ്. ഇതൊക്കെ നമ്മൾ വളരെ ഭദ്രമായിട്ട് നോക്കണം. ശരി മുതലാളി, ഞാൻ നിങ്ങൾക്ക് എന്ത് സേവയാ ചെയ്യേണ്ടെന്ന് പറഞ്ഞേക്ക്. നമ്മുടെ നാട്ടിലൊരു പുതിയ പോലീസുകാരൻ വന്നിട്ടുണ്ട്. നമ്മൾ ഈ ലാൽ ചന്ദിന്റെ വീട് നമ്മൾ മറച്ചു വെച്ചേ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ വലിയ പ്രശ്നമാണ് വരുന്നത്. രൺവീർ ദരിയാഗഞ്ചിലേക്ക് വന്ന് ശരിക്കും 10 ദിവസമായി. രൺവീർ ഇപ്പോൾ ധരംവീറിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി. നമ്മൾ ഈ ദരിയാഗഞ്ചനെ ഈ ആപത്തിൽ നിന്ന് മാറ്റണമെങ്കിൽ നമ്മൾ എങ്ങനെയെങ്കിലും ആ ധരംവീറെ പിടിച്ചേ പറ്റുള്ളൂ. യെസ് സർ. പക്ഷേ ആരും ഇതുവരെ ഇത്ര ധൈര്യമായിട്ട് ഉണ്ടായിട്ടില്ല സർ. രാത്രി 10 മണിയായി. ധരംവീറിനെ പിടിക്കാൻ വേണ്ടി ഇതിനേക്കാളും നല്ല സമയം നമുക്ക് കിട്ടില്ല. രൺവീർ പിന്നെ അദ്ദേഹത്തിന്റെ കൂട്ടുകാരൻ കോൺസ്റ്റബിൾ രാത്രി 10 മണിക്ക് ആരും അറിയാതെ ധരംത്തിന്റെ വീട്ടിലേക്ക് പോയി. ധരംവീർ ഒരു ഫോട്ടോയുടെ മുൻപിൽ നിന്ന് സംസാരിച്ചു കൊണ്ടിരുന്നു. പ്രഭ ചേച്ചി, ഞാൻ ഇന്ന് വരെ ഒരു ചീത്ത കാര്യം ചെയ്തിട്ടേ ഇല്ല. ഞാൻ ജനങ്ങൾക്ക് വേണ്ടി നല്ല കാര്യമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനെ ഒഴിച്ച് വേറെ ഒന്നുമില്ല. നീ തീർച്ചയായിട്ടും കുടുങ്ങും ധരം. രൺവീർ ധരംവീർ ഫോട്ടോയോട് സംസാരിക്കുന്നത് കണ്ടിട്ട് മനസ്സിലാക്കി. എന്നിട്ട് നേരെ ധരംവീറിനടുത്തേക്ക് ചെന്ന് ആ ഫോട്ടോ നോക്കി. അപ്പോൾ അതിൽ പ്രഭാദേവി, അതായത് അതിൽ അവന്റെ അമ്മയെ കണ്ടു. അപ്പോൾ ഇത് നടക്കാൻ സാധ്യതയില്ല, ഇത് നടക്കാൻ സാധ്യതയില്ല. എങ്ങനെയാണ് ഇവിടെ ഈ കാര്യം നടക്കുന്നത്? നീ ആരാണ്? ഈ രാത്രിയിൽ എന്റെ വീട്ടിലേക്ക് വന്നിട്ട് നീ എന്താ ചെയ്തോണ്ടിരിക്കുന്നത്? ഇത് എന്റെ അമ്മയുടെ ഫോട്ടോ ആണ്. ഇവരുടെ പേര് പ്രഭാദേവിയാണ്. പിന്നെ നീ ആരാണ്? പിന്നെ നിന്റെ വീട്ടിൽ എങ്ങനെയാണ് ഈ ഫോട്ടോ ഇവിടെ വന്നിരിക്കുന്നത്? അപ്പോഴാണ് ധരംവീർ എല്ലാ സത്യങ്ങളും പറഞ്ഞത്. ഞാൻ നിന്റെ മാമയാണ് മോനെ. പ്രഭാദേവി എന്റെ വലിയ ചേച്ചിയാണ്. പല വർഷങ്ങൾ മുമ്പ് ദരിയാഗന്ധിൽ നിന്റെ അമ്മയും പിന്നെ നിന്റെ അച്ഛനും രണ്ടുപേരും കാണാതെ പോയി. നിന്റെ അച്ഛൻ ഇതുവരെ എനിക്ക് കിട്ടിയിട്ടില്ല. പിന്നെ എന്റെ ചേച്ചിയാണെങ്കിൽ മരിച്ചും പോയി. ധരംവീറും രൺവീറും സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എല്ലാ വശത്തു നിന്നും കാറ്റ് വീശാൻ തുടങ്ങി. കാട്ടിൽ വലിയൊരു പ്രകാശം തിളങ്ങാൻ തുടങ്ങി. അതായത് ആ രാത്രി ഇരുട്ടിൽ സൂര്യനെ പോലെ തിളങ്ങി. ഗ്രാമത്തിലെ ജനങ്ങളെല്ലാം ആ പ്രകാശം കാണാനായി കാട്ടിലേക്ക് പോകാൻ തുടങ്ങി. ആ പ്രകാശം ലാൽ ചന്ദൻ ഗ്രാമത്തിൽ നിന്നുമാണ് വന്നത്. ഇത് അവിടെ ലാൽ ചന്ദൻ വീട്ടിലാണ് കത്തിക്കൊണ്ടിരിക്കുന്നത്. അവിടെ എന്താ സംഭവിച്ചത്? ചന്ദന്റെ വീടുകളോ? അപ്പൊ ഇതൊക്കെ എന്താണ്? നമ്മൾ ആ വെളിച്ചം പിന്തുടർന്നു പോവാം. ധരംവീറും രൺവീറും ആ വലിയ കാട്ടിനകത്തേക്ക് ചെന്നു. പിന്നെ അവരെ ഫോളോ ചെയ്ത് ജഗത്തും പോകാൻ തുടങ്ങി. അവിടെ ചെന്ന് അവർ നോക്കി. ആ ലാൽ ചന്ദിന്റെ ഗ്രാമം കാറ്റത്ത് പറന്നുകൊണ്ടിരുന്നു. ധരംവീർ പിന്നെ രൺവീർ രണ്ടുപേരും വളരെ സങ്കടത്തോടെ നോക്കി. മൊത്തം ലാൽ ചന്ദൻ ഗ്രാമവും അവർക്ക് കാറ്റുപോലെ തോന്നി. ഈ ലാൽ ചന്ദിന്റെ ഗ്രാമം എങ്ങനെയാണ് ആകാശത്തിൽ പറന്നുകൊണ്ടിരിക്കുന്നത്? ഇത് വളരെ അതിശയമായിട്ടുണ്ടല്ലോ. അതിനകത്ത് ശ്യാം പ്രഭാദേവിയുടെ ഫോട്ടോ എടുത്തുകൊണ്ട് അവിടേക്ക് വന്നു. അത് നന്നായി തിളങ്ങിക്കൊണ്ടിരുന്നു. മുതലാളി, ഈ ഫോട്ടോ മിന്നിക്കൊണ്ടിരിക്കുകയാണ്. അമ്മയാണ് എന്തോ പറയണമെന്ന് വിചാരിക്കുന്നുണ്ട്. തരൂ, ആ ഫോട്ടോ എന്റെ അടുത്ത് തരൂ. ഈ ലാൽചന്ദ് ഗ്രാമത്തിനുള്ള അവകാശം ദരിയാഗഞ്ച് ഗ്രാമത്തിലുള്ള വ്യവസായികൾക്കും നിനക്കും മാത്രമാണുള്ളത്. കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് എല്ലാം തന്നെ നിന്റെ അമ്മാവൻ നമ്മുടെ കൈക്കൽ നിന്നും പിടിച്ചു വാങ്ങി. ഇപ്പോൾ ആ കള്ളത്തരം ഞാൻ എല്ലാരെയും അറിയിപ്പിക്കുന്നതാണ്. പ്രഭാദേവി ഫോട്ടോയിലിരുന്നു കൊണ്ട് ഇത് പറഞ്ഞതും തന്നെ അവിടെ ഉണ്ടായിരുന്ന ലാൽ ചന്ദൻ മരം വിലങ്ങുകളായി മാറി. പിന്നെ ധരംവീറിനെ ആ വിലങ്ങ് തടവിലാക്കി. കണ്ടില്ലേ മാമ, എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ചെറുപ്പത്തിൽ എന്റെ അച്ഛനമ്മേനെ നിങ്ങൾ എന്താ ചെയ്ത് എനിക്ക് ഓർമ്മയുണ്ട്. എന്നെ വിട്ടേക്കേ, എന്നെ പോകാൻ വിടൂ. ഞാൻ ഈ നാട് വിട്ട് വേഗം തന്നെ ഓടിയേക്കാം. ധരംവീർ അമ്മാവനെ വിലങ്ങു പൂട്ടിയതും തന്നെ ആ ലാൽചന്ദ് ഗ്രാമം മേഘത്തു നിന്നും താഴേക്ക് വന്നു. പിന്നെ ആ കാട്ടിന്റെ നടുകിൽ ഒരു ശാന്തമായ ലാൽചന്ദൻ ഗ്രാമം കാണപ്പെട്ടു. അത് ഇത്രയും ദിവസം സംരക്ഷിച്ചു വന്നത് രൺവീറിന്റെ അച്ഛൻ ധർമ്മേന്ദ്രനാണ്. രൺവീർ തന്റെ അച്ഛനെ നോക്കി ഒരുപാട് സന്തോഷിച്ചു. അച്ഛാ, നിങ്ങൾ ഇത്ര വർഷമായിട്ട് നിങ്ങൾ ഈ ലാൽചന്ദ് ഗ്രാമത്തിൽ കൈതായിട്ടുണ്ടായിരുന്നോ? നിന്റെ മാമനാണ് എന്നെ ഇവിടെ വിലങ്ങ് വെച്ചിരുന്നത് മോനെ. കാരണം ദരിയാഗഞ്ചിന്റെ സ്ഥലത്തിന്റെ മൊത്തം മുതലാളി ഞാൻ തന്നെയാണ്. ഇന്ന് നീ വന്നത് കൊണ്ട് ഞാൻ ഇവിടെ രക്ഷപ്പെട്ടിരിക്കുന്നു.
നീ ഇവിടെ വരുന്നത് അതുകൊണ്ടാണ് അമ്മ നിന്നെ തടസ്സം ചെയ്തുകൊണ്ടിരുന്നത്. നീ ആവശ്യമില്ലാതെ പ്രശ്നത്തിൽ പെടാൻ പാടില്ല എന്ന് അവൾ ആഗ്രഹിക്കായിരുന്നു മോനെ. ഗ്രാമത്തിലെ ജനങ്ങൾ എല്ലാരും ലാൽചന്ദിന്റെ വീട്ടിലിരുന്നു. പിന്നെ അവരെല്ലാം കൃഷി ചെയ്ത് അവരുടെ ജീവിതത്തെ വളരെ സന്തോഷത്തോടെ ജീവിക്കാൻ തുടങ്ങി. ധർമ്മേന്ദ്രൻ ഇപ്പോൾ ദരിയാഗഞ്ചിൽ തന്നെ ജീവിച്ചു വന്നു. ഗവൺമെന്റ് രൺവീറിനെ ഇപ്പോൾ ഇൻസ്പെക്ടറിൽ നിന്നും ആ ഗ്രാമത്തിന്റെ ACP ആക്കി മാറ്റി. മഹാരാഷ്ട്രയിൽ ഒരു ഗ്രാമമുണ്ടായിരുന്നു. അവിടെ കമല മകൾ കരിഷ്മയോടൊപ്പം താമസിക്കുന്നുണ്ടായിരുന്നു. കമലയ്ക്ക് കശുവണ്ടിയുടെ കൃഷി ഉണ്ടായിരുന്നു. അവരുടെ കൃഷിയിൽ നിന്ന് കിട്ടുന്ന കശുവണ്ടി ദേശത്തും വിദേശത്തും അയക്കാറുണ്ട്. ആ ഗ്രാമത്തിലെ ഏറ്റവും വലിയ വീട് കമലയുടെയായിരുന്നു. അവർക്ക് പണവും പ്രതാപവും ഉണ്ടായിട്ടും അവർക്കതിന്റെ അഹങ്കാരവും അഹംഭാവവും ഇല്ലായിരുന്നു. അവര് എല്ലാ വർഷവും അടുത്തുള്ള ഗ്രാമത്തിലെ പാവങ്ങൾക്ക് വസ്ത്രങ്ങൾ ദാനമായിട്ട് കൊടുക്കും. അതുമല്ലാതെ ഗ്രാമത്തിൽ ചിലപ്പോഴൊക്കെ അന്നദാനവും നടത്താറുണ്ടായിരുന്നു. അമ്മേ, നമുക്ക് ഇത്രയും പണം എവിടുന്നാ കിട്ടിയത്? നിങ്ങൾക്ക് എവിടുന്നെങ്ങാനും സ്വർണത്തിന്റെ ഖജനാവ് കിട്ടിയതായിരുന്നു? അങ്ങനൊന്നും അല്ല മോളെ. നിന്റെ അച്ഛനും പിന്നെ നിന്റെ മുത്തശ്ശനും അധ്വാനിക്കുന്ന കൃഷിക്കാരായിരുന്നു. അവര് ഒരുപാട് പരിശ്രമിച്ചിട്ടാണ് ഈ കശുവണ്ടിയുടെ കൃഷി ചെയ്ത് പതുക്കെ പതുക്കെ ഇത്രയും പണവും സമ്പാദ്യവും ഉണ്ടാക്കിയത്. അതുകൊണ്ട് നമുക്കുള്ള സ്വത്തിനെ കുറിച്ച് ആലോചിച്ച് അഹങ്കരിക്കാൻ പാടില്ല. അമ്മേ, നമ്മൾ എന്തിനാ എല്ലാ വർഷവും ഇത്രയും അന്നദാനം ചെയ്യുന്നേ? മോളെ, ഒരുപാട് പണം ഉണ്ടാക്കുന്നേക്കാൾ കൂടുതൽ സന്തോഷം അതുകൊണ്ട് ആരെങ്കിലും സഹായിക്കുന്നതിലാണ്. നീ ഒരു വലിയ കുട്ടിയാവുമ്പം നിനക്ക് ഈ കാര്യം താനേ മനസ്സിലായിക്കോളും. ആ ഗ്രാമത്തിലെ കമലയോട് അസൂയ തോന്നുന്ന ആൾക്കാർക്ക് പഞ്ഞമില്ല. ഗ്രാമത്തില് ബൻവാരി എന്ന പേരുള്ള കൃഷിക്കാരനുണ്ടായിരുന്നു. അവൻ പാടത്ത് കരിമ്പിന്റെ കൃഷിയായിരുന്നു ചെയ്തത്. ഈ പ്രാവശ്യം കരിമ്പിന്റെ വിളവ് വളരെ കുറവായിരുന്നു. അവിടെ അണ്ടിപ്പരിപ്പിന്റെ വിളവ് കണ്ടില്ലേ? ഈ വർഷം വളരെ നല്ലതായിരുന്നു. അമ്മയും മോളും ഇത്രയും പണം വെച്ചോണ്ട് എന്ത് ചെയ്യാനാ ഉദ്ദേശിക്കുന്നതെന്നാ മനസ്സിലാവാത്തെ. നിനക്ക് എന്തിനാ അവരോട് ഇത്രയും അസൂയ തോന്നുന്നേ? കഴിഞ്ഞ മാസമായിരുന്നില്ലേ അവരെല്ലാവർക്കും വേണ്ടി ഇവിടെ അന്നദാനം നടത്തിയത്? കമല നല്ലൊരു സ്ത്രീയാണ്. ദാനം കൊടുക്കുന്നെല്ലാം വെറുതെ കാണിക്കാനാ. അമ്മയും മോളും ഒരുപാട് പണം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെന്നുള്ളത് ഉറപ്പാണ്. അന്ന് കമല കാർ ഓടിച്ചോണ്ട് തിരിച്ചു വീട്ടിലേക്ക് വരുമായിരുന്നു. റോഡിന് നടുക്കൊരു കുഴി ഉണ്ടായിരുന്നു. അതിനകത്ത് വെള്ളം നിറഞ്ഞു കിടപ്പുണ്ട്. കാറിന്റെ ഒരു ചക്രം ആ കുഴിയിൽ വീണു. കുഴിക്കകത്തുള്ള അഴുക്ക് വെള്ളം കുറച്ച് ബൻവാരിയുടെ ഷർട്ടിൽ തെറിച്ചു. കമല എത്രയും പെട്ടെന്ന് വണ്ടി നിർത്തി. എന്നിട്ട് ബൻവാരിയോട് മാപ്പ് ചോദിച്ചു. നിങ്ങൾ എന്നോട് ക്ഷമിക്കണം ബൻവാരി ചേട്ടാ. വഴിയിൽ കുഴിയുള്ളത് ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നോ? അതൊന്നും സാരമില്ല. കമല അവിടുന്ന് പോയപ്പം ബൻവാരി അവന്റെ കൂട്ടുകാരനോട് പറഞ്ഞു, അവരോട് എന്റെ പ്രതികാരം വീട്ടുന്നവരെ എന്റെ തുണിയെ നീ കറ ഞാൻ കഴുകി കളയാൻ പോകുന്നില്ല. നീ ഇത് എന്ത് വിഡ്ഢിത്തം വിളിച്ചു പറയുന്നേ? അവര് വണ്ടിയിൽ നിന്ന് ഇറങ്ങി നിന്നോട് മാപ്പ് ചോദിച്ചില്ലേ? വെറുതെ എന്തിനാ ദേഷ്യപ്പെടുന്നേ? നീ മിണ്ടാതിരിക്കെ, എന്നിട്ട് വീട്ടിലേക്ക് പോ. ബൻവാരിക്ക് നദിയുടെ അപ്പുറത്ത് ആരും പോകാത്തൊരു സ്ഥലത്തുള്ള ദുർമന്ത്രവാദിയെ പരിചയമുണ്ടായിരുന്നു. അയാൾക്ക് പലതരത്തിലെ മാന്ത്രിക ശക്തികൾ ഉണ്ടായിരുന്നു. ബൻവാരി മന്ത്രവാദിയോട് പറഞ്ഞു, എന്റെ ഗ്രാമത്തിൽ കമല എന്ന പേരുള്ള സ്ത്രീ താമസിക്കുന്നു. അവരുടെ അണ്ടിപ്പരിപ്പിന്റെ കൃഷി എനിക്ക് എങ്ങനെയെങ്കിലും നശിപ്പിക്കണം. എന്റെ കയ്യിലുള്ള കറുത്ത വെള്ളം കൊണ്ടുപോകും. ഏതെങ്കിലും പാടത്ത് ആ വെള്ളം തളിച്ച ആ മണ്ണ് കത്തി ചാമ്പലാകും. ചാമ്പലായി മാറിയ മണ്ണിലൊന്നും അണ്ടിപ്പരിപ്പിന്റെ കൃഷി ചെയ്യാൻ പറ്റില്ല. ബൻവാരി മാന്ത്രികന്റെ വെള്ളവും കൊണ്ട് കമലയുടെ പാടത്ത് പോയി. എന്നിട്ട് ആ പാടത്ത് മുഴുവനും ആ വെള്ളം കുടഞ്ഞു. അടുത്ത ദിവസം തന്നെ മാന്ത്രികന്റെ വെള്ളത്തിന്റെ ശക്തി കണ്ടു. കശുവണ്ടിയുടെ മരങ്ങളെല്ലാം കറുത്ത് കരിഞ്ഞുപോയി. കരിഷ്മ പാടത്തു പോയപ്പം കണ്ടത് കരിഞ്ഞ മരങ്ങളായിരുന്നു. കണ്ട കാര്യങ്ങളെല്ലാം അവള് ചെന്ന് അമ്മയോട് പറഞ്ഞു. മരങ്ങളെല്ലാം ഇങ്ങനെ ഉണങ്ങിപ്പോയേ? മണ്ണിൽ ആരോ എന്തോ കലർത്തിട്ടുണ്ട്, ഉറപ്പാണ്. കമല പാടത്തു പോയി അവിടെ ഉള്ള മണ്ണ് പരിശോധിച്ചു. മണ്ണില് ചാരം കൂടിയിട്ടുണ്ടല്ലോ. ആരോ ദുർമന്ത്രം ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. നമ്മുടെ സ്ഥലത്ത് ഇതുപോലത്തെ മണ്ണൊന്നും എങ്ങും കിട്ടാറുമില്ല. ഇനി നമ്മൾ എന്തു ചെയ്യും അമ്മേ? നീ വിഷമിക്കേണ്ട മോളെ. നിന്റെ അച്ഛൻ മരിക്കുന്നതിന് മുൻപ് കൃഷിയെക്കുറിച്ച് ഒരു പുസ്തകം എഴുതിയായിരുന്നു. കമലയ്ക്ക് പുസ്തകം വായിച്ചപ്പോഴറിഞ്ഞ് ചാരം അധികം ഉള്ള മണ്ണില് ചന്ദനത്തിന് കൃഷി ചെയ്യാൻ പറ്റുമെന്ന്. അടുത്ത ദിവസം തന്നെ കമല അവരുടെ പാടത്ത് ചന്ദനത്തിന്റെ വിത്തിട്ടു. കുറച്ചു മാസങ്ങൾക്ക് ശേഷം ചന്ദനം കിളിച്ച് വലുതായി. ചന്ദനമരം വിറ്റപ്പം കമലയ്ക്ക് കശുവണ്ടിയേക്കാൾ ഇരട്ടി ലാഭമുണ്ടായി. അവര് ഗ്രാമത്തിൽ വലിയൊരു അന്നദാനം നടത്തി.
എന്നിട്ട് പാവങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ദാനമായി കൊടുത്തു. ഗ്രാമത്തിലെ ആൾക്കാര് കമല ചെയ്തതെല്ലാം ഒരുപാട് പ്രശംസിച്ചു. നാട്ടുകാരുടെ ഇടയില് കമലയെ കുറിച്ചുള്ള നല്ല സംസാരം കേട്ടപ്പം ബൻവാരിക്ക് തീരെ സഹിക്കാൻ പറ്റിയില്ല. ദേഷ്യത്തിൽ അയാൾ ദുർമന്ത്രവാദിയുടെ അരികിൽ ചെന്നു. എന്നിട്ട് മന്ത്രവാദിയുടെ കഴുത്തിൽ കയറി പിടിച്ചു. എടാ, നിന്റെ വെള്ളം പാടത്ത് ഉപയോഗിച്ച കമല നശിച്ചു പോവെന്നല്ല പറഞ്ഞേ, പക്ഷെ അവള് പഴയതിനേക്കാൾ കൂടുതൽ പണക്കാരിയായി. മര്യാദക്ക് എന്റെ കഴുത്ത് വിട്. ഇതില് എന്റെ തെറ്റ് ഒന്നും തന്നെ ഇല്ല. അണ്ടിപ്പരിപ്പിന്റെ കൃഷി നശിപ്പിക്കണമെന്ന് മാത്രമല്ലേ നീ പറഞ്ഞുള്ളൂ. ഞാൻ അത് മാത്രമേ ചെയ്തുള്ളൂ. എനിക്ക് അറിയാമായി ആ സ്ഥാനത്ത് തന്നെ ചന്ദനത്തിന്റെ കൃഷി ചെയ്ത് വലിയ പണക്കാരിയാകുമെന്ന്. മര്യാദക്ക് എന്നെ പണം തിരിച്ചതാ. ബൻവാരിയുടെ പണം തിരിച്ചു കൊടുക്കാൻ ആ ദുർമന്ത്രവാദി സമ്മതിച്ചില്ല. അവര് തമ്മില് വഴക്കുണ്ടായി. മന്ത്രവാദി കയ്യിലിരുന്ന ഭസ്മം ബൻവാരിയുടെ ദേഹത്തെറിഞ്ഞു. എന്നിട്ട് ബൻവാരി കത്തിയെരിഞ്ഞ് ചാമ്പലായി മാറി. ഭാരതത്തിന്റെ വടക്കേ ഭാഗത്ത് സുമേർപൂർ എന്ന പേരുള്ള ഗ്രാമമുണ്ടായിരുന്നു. അവിടെ പിങ്കിയും നേനയും അവരുടെ അമ്മയോടൊപ്പം താമസിക്കുമായിരുന്നു. അവരുടെ അച്ഛൻ കുറച്ചു ദിവസം മുൻപാണ് മരിച്ചത്. നേനയുടെ അച്ഛന് ബാദാമിന്റെ തോട്ടം തന്നെ ഉണ്ടായിരുന്നു. കുട്ടികളെ, നിങ്ങളുടെ അച്ഛൻ ഇപ്പൊ നമ്മുടെ കൂടെ ഇല്ല. നിങ്ങൾ രണ്ടുപേരിൽ ഒരാൾക്കായിരിക്കും ബാദാം ചന്തയെ കൊണ്ടുപോകാനുള്ള ചുമതല. അമ്മേ, ഞാൻ ചന്തയിൽ പോയിട്ട് ബാദാം വിറ്റോളാം. നേനയ്ക്ക് വിവരം ഒട്ടുമില്ലല്ലോ. അവൾക്കാണെങ്കിൽ കണക്ക് കൂട്ടാനും അറിയില്ല. ഓഹോ, നിന്റെ കണക്കിന്റെ കാര്യമൊന്നും പറയണ്ട അമ്മേ. ബാദാം വിൽക്കാൻ ഞാൻ പോകാം. എനിക്ക് ആമ്പിള്ളാരെ മാത്രമേ ശ്രദ്ധിക്കുള്ളൂ. ഇവള് വഴിയിലെങ്ങാനും ചെറുക്കനെ കണ്ട പിന്നെ ബാദാമും ചന്തയൊക്കെ അവൾ മറക്കും. പിന്നെ നീ വെറും പാവമല്ലേ. അമ്മയോട് ടിങ്കുനെ കുറിച്ച് പറയട്ടെ. എന്നാ പറ, എന്തു പറയാനാ? നിങ്ങൾ ഇങ്ങനെ തമ്മി തല്ലുന്ന നിർത്ത്. ശ്രദ്ധിച്ച് കേക്ക്. ഞാൻ നിങ്ങൾ രണ്ടുപേരും ബാദാം വിൽക്കാൻ അയക്കാം. കൂടുതൽ ലാഭവുമായിട്ട് ആരാണാവോ തിരിച്ചു വരുന്നത്, അവരെ മാത്രമേ അടുത്ത പ്രാവശ്യം ബാദാം വിൽക്കാൻ ഞാൻ പറഞ്ഞയക്കൂ. പിങ്കിയുടെ അമ്മ പിങ്കിക്കും നേനയ്ക്കും 5 സ്വർണ ബാദാം കയ്യിൽ കൊടുത്തു. അമ്മേ, ഈ സ്വർണം കൊണ്ടുള്ള ബാദാം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഇത് നിങ്ങളുടെ കയ്യിൽ വെച്ചാൽ മാത്രം മതി. ആവശ്യം വരുമ്പോ നിന്നിൽ അധികം സാമർഥ്യമുള്ള ആള് ആ സമയത്ത് പ്രയോഗിക്കുന്നതായിരിക്കും. ഇപ്പൊ നിങ്ങൾ പോയി ബാദാം വിൽക്ക്. പിങ്കിയും നേനയും ബാദാം നിറഞ്ഞ കൊട്ട അവരെ തലയിലെടുത്തു വെച്ചു. എന്നിട്ട് രണ്ടുപേരും വേറെ വേറെ വഴിയെ ചന്തയ്ക്ക് പുറപ്പെട്ടു. പിങ്കി ചന്തയിലേക്ക് പോയ വഴിയിൽ കൊള്ളക്കാരുടെ ഒരു കൂട്ടം അവിടെ താമസിക്കുമായിരുന്നു. ആ കൂട്ടത്തില് ഒരു സ്ത്രീയും 2 പുരുഷന്മാരും ഉണ്ട്. ഒരു പാവം പെണ്ണ് ഇങ്ങോട്ട് വരുന്നത് നിങ്ങൾ കണ്ടില്ലേ? എല്ലാവരും പെട്ടെന്ന് പറഞ്ഞ സ്ഥലത്ത് പോയി നില്ല്. ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ വഴിയില് ഒരു ഇരയെ നമുക്ക് കിട്ടുന്നത്. പിങ്കി വഴിയിൽ നടന്നു പോകുമ്പം ഒരാള് അവളെ തടഞ്ഞു. അല്ല മോളെ, എന്ത് വിൽക്കാനായി പോകുന്നേ? ഞാൻ ബാദാം വെക്കാൻ പോകുക. എനിക്ക് കുറച്ച് ബാദാം മേടിച്ചാൽ കൊള്ളാവുന്നുണ്ട്, ഒന്ന് കാണിച്ചേ. പിങ്കി അയാൾക്ക് കൊട്ട തുറന്ന് ബാദാം കാണിച്ചു കൊടുത്തു. അല്ല, ഇത് ബാദാം അല്ലല്ലോ, വെറും കല്ലാണ്. നിങ്ങൾക്ക് എന്താ ഭ്രാന്താണോ? ഇത് ബാദാമാണ്. പിങ്കി കുറച്ചും കൂടെ മുന്നിലേക്ക് നടന്നുപോയപ്പം അടുത്ത കൊള്ളക്കാരൻ വഴി തടഞ്ഞ് അവളോട് ചോദിച്ചു. അവിടെ നിന്നേ കുട്ടി, നീ എന്താ വിൽക്കുന്നത്? ബാദാം വിൽക്കുകയാണ്. അതെയോ, എന്നാ കാണിച്ചേ. ബാദാം വാങ്ങിക്കാൻ ഞാൻ ചന്തയിൽ പോകാനിരിക്കുവായിരുന്നു. പിങ്കി കൊട്ട തുറന്ന് അയാൾക്ക് ബാദാം കാണിച്ചു കൊടുത്തു. അതെ കുട്ടി, എനിക്കെന്താ ഭ്രാന്തുണ്ടെന്ന് വിചാരിച്ചോ? ഇത് വെറും കല്ലാണല്ലോ. ഇത് നീ എവിടെന്നാ കൊണ്ടുവരുന്നത്? എന്റെ അമ്മയാ എനിക്ക് തന്നത്. എന്നാ നിന്റെ അമ്മ നിന്നെ പറ്റിച്ചു തന്നെന്നാ എനിക്ക് തോന്നുന്നത്. ഇല്ല, എന്റെ അമ്മ അങ്ങനൊന്നും ചെയ്യില്ല. പിങ്കി കുറച്ചും കൂടെ മുന്നിലേക്ക് പോയപ്പം 3ാമത്തെ കൊള്ളക്കാരൻ അവിടെ നിപ്പുണ്ടായിരുന്നു. അവരും പിങ്കിയുടെ ബാദാം കല്ലാണെന്ന് അവളോട് പറഞ്ഞു. നിനക്കൊരു അന്യത്യം ഉണ്ടെന്നല്ലേ നീ ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത്? നിന്നെ പറ്റിക്കാൻ വേണ്ടി നിന്റെ അമ്മ കൊട്ടയ്ക്കകത്ത് കല്ല് വാരി വെച്ചെന്നാ എനിക്ക് തോന്നുന്നത്. അവസാനം പിങ്കി കൊള്ളക്കാർ അവളോട് പറഞ്ഞ കള്ളം വിശ്വസിച്ചു. പിങ്കി സ്വർണ ബാദാം എടുത്ത് കൊള്ളക്കാരെ കാണിച്ചു. ഇതും കല്ലാണെന്നാണോ പറയുന്നേ? ഇത് സ്വർണം കൊണ്ട് ഉണ്ടാക്കിയതാണെന്നാ അമ്മ എന്നോട് പറഞ്ഞത്. നീ എന്താ ഈ പറയുന്നേ? ഇതും വെറും കല്ലാണല്ലോ. നിന്റെ അമ്മയും അനിയത്തിയും ചേർന്ന് നിന്നെ ശരിക്കും ചതിച്ചതാണ്. പിങ്കിക്ക് ദേഷ്യം വന്നു. അവള് കൊട്ടയിലിരുന്ന ബാദാമും കയ്യിലിരുന്ന ബാദാമും താഴെ എറിഞ്ഞ് നേരെ തിരിച്ചു വീട്ടിലേക്ക് മടങ്ങി. വേറൊരു ഭാഗത്ത് നേന പോയിരുന്ന വഴിയില് ഒരു പുരുഷനും ഒരു സ്ത്രീയും താമസിക്കുന്നുണ്ടായിരുന്നു.
അവര് ഇമോഷണൽ ഡ്രാമ ചെയ്ത് ആൾക്കാരുടെ കയ്യിൽ നിന്ന് പണം തട്ടിയെടുക്കുമായിരുന്നു. അത് കണ്ടില്ലേ, അവിടുന്ന് ഒരു പെങ്കൊച്ചു വരുന്നുണ്ട്. വാ, പെട്ടെന്ന് നമുക്ക് തുടങ്ങാം. എന്റെ എല്ലാം തകർന്നു പോയി, എന്നെ ഒന്ന് രക്ഷിക്ക്. ഞങ്ങളുടെ കയ്യിൽ നിന്നെല്ലാം നഷ്ടമായി. എന്റെ ഭർത്താവിന് തീരെ സുഖമില്ല. ദൈവത്തെ ഓർത്ത് ആരെങ്കിലും ഞങ്ങളെ ഒന്ന് സഹായിക്കും. ഒന്ന് നിൽക്കണേ കുട്ടി, കുറച്ച് പൈസ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് തരണം. എനിക്ക് എന്റെ ഭർത്താവിനെ ഒന്ന് ചികിത്സിക്കണം. അതിനാ. അയാളും അയാളുടെ ഭാര്യയും അഭിനയിക്കുകയാണെന്ന് നേനയ്ക്ക് മനസ്സിലായി. അത് പിന്നെ ഇപ്പൊ എന്റെ കയ്യില് പണമൊന്നുമില്ല. ഞാൻ അത്ഭുതമുള്ള ബാദാം വിൽക്കാൻ പോവാണ്. അത് വിൽക്കാൻ കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് പണം കിട്ടും. അത്ഭുതമുള്ള ബാദാമോ? ശരിയാണ്, അത്ഭുതമുള്ള ബാദാം. ഇതിനെ അവരവരുടെ വീട്ടിൽ 2 മാസം വെച്ചാൽ അത് സ്വർണമായിട്ട് മാറും. നോക്ക്, എന്റെ കയ്യില് കുറച്ച് സ്വർണ ബാദാം ഉണ്ട്. നേനയുടെ അമ്മ അവൾക്ക് കൊടുത്ത 5 സ്വർണ ബാദാം അവള് ആ സ്ത്രീയെ കാണിച്ചു. സ്വർണ ബാദാം എല്ലാം ഇവിടെ കൊണ്ടുവരാൻ പറ്റില്ലല്ലോ. നിങ്ങൾക്കറിയാമെന്നല്ലേ, വരുന്ന വഴിയിൽ ഒരുപാട് കൊള്ളക്കാരും കള്ളന്മാരെ കാണുമെന്ന്. നിങ്ങൾക്കിനി ഈ ബാദാം വിൽക്കാൻ എന്നെ സഹായിക്കാൻ കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് 1/2 കിലോ ബാദാം തരാം. ആ സ്ത്രീയും പുരുഷനും ചിന്തിച്ചു, 1/2 കിലോ ബാദാം സ്വർണമായിട്ട് മാറിയാൽ അവര് വലിയ പണക്കാരായിട്ട് മാറില്ലേ? അതുകൊണ്ട് ബാദാം വിൽക്കാൻ നേനെ അവരെ സഹായിക്കാമെന്ന് അവര് സമ്മതിച്ചു. ഇനി നിങ്ങൾ ഈ കൊട്ട തലയിലെടുത്ത് വെച്ച് ചന്തയ്ക്ക് പോകാം. ആ സ്ത്രീയും പുരുഷനും നേനയുടെ കൊട്ടയെടുത്ത് തലയിൽ വെച്ച് ചന്തയിലേക്ക് പോയി. ഞാൻ ഇവിടെ തന്നെ ഇരുന്നോളാം, നിങ്ങള് ഒച്ച വെച്ചാ മതി, ഞാൻ ചെയ്ത് കാണിക്കാം. അത്ഭുതമുള്ള ബാദാം വാങ്ങിച്ചോളൂ. അത്ഭുതമുള്ള ബാദാം, അത് സ്വർണമായിട്ട് മാറും. സ്ത്രീയും പുരുഷനും അത്ഭുതമുള്ള ബാദാം കിട്ടുന്നുള്ള അത്യാഗ്രഹത്തിൽ നേനയുടെ ബാദാം മുഴുവനും വിറ്റുകൊടുത്തു. ഇത് കാരണം നേനയ്ക്ക് നല്ല ലാഭമാണ് ഉണ്ടായത്. ഇത് പിടിച്ചോ, ഇത് നിങ്ങളുടെ 1/2 കിലോ ബാദാം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി മാറ്റി വെച്ചതായിരുന്നു. ഇത് നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോയിക്കോളൂ. എന്നിട്ട് 2 മാസം വരെ കാത്തിരുന്നാ മതി. ഇതുപോലെ നേന അവളുടെ സാമർഥ്യം കൊണ്ട് കള്ളന്മാരെ തന്നെ പറ്റിച്ചു. എന്നിട്ട് ഒരുപാട് പണവുമായിട്ട് അവള് തിരിച്ച് വീട്ടിലേക്ക് വന്നു. അപ്പൊ കൂട്ടുകാരെ, നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായി കാണും. ഇങ്കിയെയും നേനയും താരതമ്യം ചെയ്ത ആർക്കാണ് കൂടുതൽ ബുദ്ധിയുള്ളത്?